ബാർക്കോഴ വിവാദത്തിലെ കൂടുതൽ ആക്ഷേപങ്ങളിലകപ്പെട്ട് ടൂറിസം എക്സൈസ് വകുപ്പുകൾ. സംസ്ഥാനത്തെ മദ്യനയം ചർച്ച ചെയ്യാൻ എക്സൈസ് വകുപ്പ് പോലും അറിയാതെയാണ് ടൂറിസം വകുപ്പ് കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചത്. എന്നാൽ ആരോപണങ്ങളേറെയും എക്സൈസ് വകുപ്പിനെതിരെ തിരിയുകയും ചെയ്തു. അവസാനം ടൂറിസം മന്ത്രിയെ രക്ഷിക്കാൻ വകുപ്പ് ഡയറക്ടറും രംഗത്തെത്തി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലൂട്ടുമടം ചേരുകയാണ്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഈ ബാർക്കോഴ വിവാദത്തിലാകെ പെട്ട് ഉഴലുകയാണ് ഇടതുപക്ഷ സർക്കാർ. പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് ചോദ്യമുനയിലാണ്, ടൂറിസം വകുപ്പ് ചോദ്യമുനയിലാണ്. പക്ഷേ ഈ ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും പരസ്പരം പഴിചാരുന്ന ഒരു സമീപനമാണോ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രി ഇത്തരത്തിലുള്ള യോഗമൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള യോഗ നടപടികൾ നടന്നു, മദ്യനയവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നു. ഇതൊക്കെയും എത്രത്തോളം പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? ഗുഡ് മോർണിംഗ്. എന്തായാലും ബാർക്കോഴ 2.0 അത് കുറച്ചുകൂടി നിർണായകമായി മാറുകയാണ്. കാരണം കഴിഞ്ഞ ബാർക്കോഴ സമയത്ത് ബാർ ഉടമകളൊക്കെ തന്നെ കൃത്യമായി പണം നൽകിയ മന്ത്രിമാരാരൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ മന്ത്രിമാർ തന്നെ ചില രഹസ്യ യോഗങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് ബാർക്കോഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കരുക്കൾ നൽകിയത് എന്നതാണ് പുറത്തു വരുന്ന രേഖകൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതികരണവുമായി എത്തിയ എക്സൈസ് വകുപ്പ് മന്ത്രി, കാരണം ആ വകുപ്പിന് കീഴിലാണ് കേരളത്തിലെ അബ്കാരി ആക്ട് പ്രകാരമുള്ള ബാറുകൾ, ഡിസ്റ്റിലറികൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുതിയ മദ്യനയം അനുസരിച്ച് ഡ്രൈ ഡേ മാറ്റുക, അതുപോലെ തന്നെ പ്രവർത്തന സമയത്തിൽ അധിക സമയം നൽകുക തുടങ്ങിയ പ്രധാനപ്പെട്ട മദ്യവ്യവസായികളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നയത്തിന് വേണ്ടിയിട്ടുള്ള കരട് രൂപമാണ് എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു യോഗമോ കൂടിയാലോചനകളോ ഒന്നും നടന്നിരുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറയുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ സംസ്ഥാനത്ത് പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിനും അപ്പുറത്തൊരു പടി കൂടി കടന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ യോഗം ചേർന്നത്. അതായത് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ നികുതി സെക്രട്ടറി, ടൂറിസം സെക്രട്ടറി, എക്സൈസ് സെക്രട്ടറി, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ആലോചിച്ച ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ പ്രധാനമായും ടൂറിസം വകുപ്പാണ് ഇതിൽ കൂടുതലായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. കാരണം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തീരുമാനിക്കപ്പെടുന്ന പല കോൺഫറൻസുകളിലും കേരളം ഒഴിവാക്കപ്പെടുകയാണ്. അതിന് ഈ ഡ്രൈ ഡേ പോലുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് എന്നതായിരുന്നു ടൂറിസം സെക്രട്ടറി ആ യോഗത്തിൽ പറഞ്ഞിരുന്നത്. അതിന് ഒപ്പം തന്നെയായിരുന്നു നികുതി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന് അമിതമായ വരുമാനം ലഭിക്കുന്ന ഈ ബാറുകളിൽ നിന്നും അത് കൂടുതൽ പ്രവർത്തന സമയം കൊടുക്കുകയും ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുകയും എന്നതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രപ്പോസൽ എന്ന തരത്തിൽ വെച്ചിരുന്നത്. പക്ഷേ അതിനും അപ്പുറത്താണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. ഈ ടൂറിസം സെക്രട്ടറി നേരിട്ട് തന്നെ മദ്യവ്യവസായികളുടെ ഒരു സൂം മീറ്റ് വിളിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട അജണ്ടയായി പറയുന്നത് തന്നെ പുതിയ മദ്യനയത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിൽ തന്നെ അതിൽ മെയിൽ ചെയ്യുന്ന രേഖകളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. കാരണം ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടി വന്നത്? കാരണം വകുപ്പിനെ, അതായത് നിലവിലത്തെ എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ടൂറിസം വകുപ്പ് മുഹമ്മദ് റിയാസ് നേരിട്ട് ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അപ്പോഴാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അവിടെ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം, അതിൽ പ്രധാനപ്പെട്ടതായി CPM തെരഞ്ഞെടുപ്പ് നേരിട്ടത് അത് ബാർ മുതലാളിമാരുടെ, ഈ ബാർ വ്യവസായത്തിന് നേതൃത്വം നൽകുന്നവരുടെ പണം കൊണ്ടാണ് എന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അവിടെയാണ് പ്രസക്തമായി മാറുന്നത്. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒന്ന്, പ്രതിപക്ഷ സംഘടനകൾ പ്രത്യക്ഷ സമരത്തിന് ഇന്നു മുതൽ ആരംഭം കുറിക്കുകയാണ്. രാവിലെ എം പി രാജേഷിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പണമെണ്ണുന്ന യന്ത്രവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി എത്തുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ ഒന്നാം ബാർക്കോഴ വരുന്ന സമയത്ത് KM മാണിയുടെ വീട്ടിലാണോ അതോ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലാണോ ഈ നോട്ടെണ്ണുന്ന മിഷൻ എന്നതായിരുന്നു പ്രധാനമായും CPM ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നോട്ടെണ്ണുന്ന മിഷനുമായി തന്നെ സത്രത്തിൽ അഖിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുമ്പോൾ ഈ ഒരു ആഭ്യന്തര പ്രശ്നമായി CPM-നുള്ളിലും ഇടതുപക്ഷത്തിനുള്ളിലും ഇത് മാറാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ടല്ലേ? കാരണം അഖിൽ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ വിഹിതം ആര് കൈപ്പറ്റി, ഇത് മന്ത്രിമാർ കൈപ്പറ്റി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഏതിലേക്കാണ് ഈ പണം പോയത്? കാരണം കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ എക്സൈസ് വകുപ്പ്, ടൂറിസം വകുപ്പ്, ഇത്തരത്തിലുള്ള വകുപ്പുകൾ
വിഭിന്നമായ രീതിയിലാണോ ഇതിൽ ഇടപെട്ടത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മന്ത്രിമാർ തമ്മിലുള്ള ഒരു അനൈക്യം പ്രകടമാകുന്നു, വകുപ്പുകൾ തമ്മിലുള്ള ഒരു അനൈക്യം പ്രകടമാകുന്നു. ഒപ്പം CPM-നുള്ളിലെ ഇടതുപക്ഷത്തിനുള്ളിലെ ഒരു വിഭിന്ന സ്വരങ്ങൾ പരസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? കിപ്പി, ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചത്. രണ്ടാമത്തെ കാര്യമായി ഇന്ന് ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ ഇതിനെ തിരിതെളിച്ച ബാർ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോനെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ തൊടുപുഴയിൽ അനിമോന്റെ വസതിയിലെത്തിയായിരിക്കും ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യലായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അനിമോന്റെ ഫോണിൽ നിന്നും അങ്ങനെ ഒരു സന്ദേശം അനിമോൻ തന്നെ അയച്ചിട്ടുണ്ടോ എന്ന റെക്കോർഡിംഗ് പരിശോധിക്കുക. അതുപോലെ തന്നെ അനിമോനുമായി ആ സമയത്ത്, അതായത് കഴിഞ്ഞ ഏകദേശം ഒരു 15 ദിവസമായിട്ടുള്ള അനിമോന്റെ നിരന്തരമായ കോണ്ടാക്ട് ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അനിമോനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടും. ആ സമയത്ത് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായിട്ടുള്ള ഈ കരുനീക്കമാണോ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമുക്ക് കൃത്യമായി തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. അതായത് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് സംസ്ഥാനത്ത് പുതിയ മദ്യനയം കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി, പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി കരുക്കൾ നീക്കി അതുവഴി ഏകദേശം വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതി അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ലാഭം പാർട്ടിക്ക് ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുക്കൾ നീക്കി എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായി മാറുകയാണ്. കാരണം CPM ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാരിനെതിരെ ഉയർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ഒന്ന് സോളാർ അഴിമതിയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം ബാർക്കോഴയാണ്, KM മാണിക്കെതിരെയുള്ള ആരോപണമാണ്. അതിൽ രണ്ടിലും അന്നത്തെ സർക്കാർ FIR ഇട്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മാനദണ്ഡം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇപ്പോഴും പോലീസിന് ഈ സർക്കാർ അന്വേഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ചില നടപടിക്രമങ്ങൾ എന്തായാലും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ആ FIR-ന്റെ പ്രകാരമായി ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന നിലക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബാർ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിൽകുമാറിനെ തന്നെ ഇന്ന് ചോദ്യം ചെയ്ത കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ MP രാജേഷ് ഉള്ളത് വിദേശത്താണ്. അപ്പോൾ മന്ത്രി സ്ഥലത്തെത്തുന്ന സമയത്ത് ഇതിന് മന്ത്രിക്ക് ഒരു ക്ലീൻ ചീട്ട് കൊടുത്ത് നിർത്തിയാൽ മാത്രമേ വരാനിരിക്കുന്ന 10-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ ഈ പോലീസിന്റെ ഈ റിപ്പോർട്ടെങ്കിലും മേശപ്പുറത്ത് വെച്ച് സർക്കാരിനും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കും ഒരു പ്രതിരോധം തീർക്കാനും കഴിയുകയുള്ളൂ KP. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു വേഗത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. യസ്രദിനെയാണ് ബാർക്കോഴ വിവാദത്തിലെ കൂടുതൽ ആക്ഷേപങ്ങളിലാണ് ഏതായാലും ഇടതുപക്ഷ സർക്കാർ അകപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം, എക്സൈസ് വകുപ്പുകളാണ് ഇതിൽ ഇത്തരത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞത്. എന്നാലും ഈ തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോവുക, അന്വേഷണ റിപ്പോർട്ട് ഈ തരത്തിലായിരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമഠമാണ് വിശദാംശങ്ങൾ നൽകിയത്.